ഏതാ ബാല്? ബാല്. ബാല് എന്നാൽ ആര്? മക്കയിലെ ഹുബാല്. ഹുബാൽ എന്നാൽ ആര്? സ്യൂസ്. സ്യൂസ് എന്നാൽ ആര്? കിങ് ഓഫ് ഗോഡ്സ്. ഇറാനികൾ ബാലിനെ കത്തിച്ചു. ഒരു നിലക്ക് അമേരിക്കയെ ചൊടിപ്പിച്ചത് അതായിരിക്കും. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് എന്ത്? ബാൽ. യൂറോപ്യന്മാർ പല പ്രദേശങ്ങൾ പിടിച്ചു. ഇന്നത്തെ ജോർദാൻ്റെ ഒരു ഏരിയ അവർ പിടിച്ചു. ഹിജാസിൻ്റെ വടക്ക് ഭാഗം. സിറിയ പിടിച്ചു. അവിടുന്നാണ് പിന്നീട് ഈ ബിംബങ്ങൾ വരുന്നത്. എങ്ങോട്ട്? മക്കയിലേക്ക്. മക്കയിലെ ജനങ്ങൾ ബിംബാരാധന തുടങ്ങി നടന്നത് ആകെ 2 നൂറ്റാണ്ടിനുള്ളിലാണ്. അതിന് മുമ്പ് മക്കയിൽ ബിംബാരാധന ഇല്ല. ഈ ബിംബങ്ങൾ ആരാണ്? ഈ ബിംബങ്ങൾ ഏത് തന്നെ ഈ യൂറോപ്യൻ ബിംബങ്ങൾ, സ്യൂസ് അടക്കമുള്ള ബിംബങ്ങൾ. ബാലിനെ ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്, ചിന്തിക്കണം. യൂറോപ്യൻ ദേവിമാർക്ക് മുഴുവനും പുരുഷാധിപത്യം, പുരുഷനായി നിന്ന ആളാണ് ബാല്. ബാക്കിയൊക്കെ യൂറോപ്യൻ ദേവിമാരാണ്. ആ ദേവിമാരുടെ ഭർത്താവാണ് ബാല്. ബാലിനെ അറബി ഭാഷയിൽ ബഅലി എന്ന് പറയും. ബഅലി എന്നാൽ അറബി ഭാഷയിൽ ഭർത്താവ്. അതാണ് ഹുബാല്. അതിനുവേണ്ടി ഏഷ്യയിൽ ഒരു പട്ടണം ഉണ്ടാക്കി യൂറോപ്യന്മാർ. അതാണ് ബഅലബക്ക്. മനസ്സിലായില്ല? ബഅലബക്ക് ഒരു പട്ടണമാണ്. ഏഷ്യയിൽ യൂറോപ്യന്മാർ തുടങ്ങിയ ഒരു പട്ടണമാണ് ഏത്? ബഅലബക്ക്. ബഅലിനെ കുടിയിരുത്തിയ സ്ഥലം. ഏതാ ബാല്? ബാല്. ബാല് എന്നാൽ ആര്? മക്കയിലെ ഹുബാല്. ഹുബാൽ എന്നാൽ ആര്? സ്യൂസ്. സ്യൂസ് എന്നാൽ ആര്? കിങ് ഓഫ് ഗോഡ്സ്. യൂറോപ്യൻ വിശ്വാസപ്രകാരം കിങ് ഓഫ് ഗോഡ്സ് ആണ്. എല്ലാ ദൈവങ്ങളുടെയും ചക്രവർത്തിയാണ് ആര്? ബാല്. സ്യൂസ് മെഡിറ്ററേനിയൻ സമുദ്രവും കടന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ അതിന് ബാൽ എന്ന് പേരിട്ടു. ബൈബിളിൽ ബാലിനെ വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഖുർആനിലുണ്ട്. അത് യൂറോപ്യന്മാർ ഒളിച്ചു കിടത്തിയത്. തിന്മയുടെ മൂർത്തിയാണ് ബാല്. ഇപ്പം ഇപ്പോഴും യൂറോപ്പിന് സ്വഭാവമുണ്ട്. യൂറോപ്പ് എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ബാലിനെ വന്ന് പ്രസാദിപ്പിക്കും. അങ്ങനെയുമായി പല ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ യുദ്ധത്തിലുണ്ട്. അവർ ബാലിനെ കത്തിച്ചു. ആര്? ശ്രദ്ധിച്ചു ആവും. ഇറാനികൾ ബാലിനെ കത്തിച്ചു. അത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഇപ്പം ഞാനിവിടെ ഇടപെടുന്നില്ല. പക്ഷേ അങ്ങനെ സംഭവം നടന്നു. ബാലിനെ അവർ കത്തിച്ചു. ഇറാനികൾ ബാലിനെ കത്തിച്ചു. ഒരു നിലക്ക് അമേരിക്കയെ ചൊടിപ്പിച്ചത് അതായിരിക്കും. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് എന്ത്? ബാൽ. അഥവാ സ്യൂസ്, കിങ് ഓഫ് ഗോഡ്സ്. ഇതാണ് മക്കയിൽ ഇന്ന് നിൽക്കുന്ന സംസം കിണറിന്റെ മുകൾ ഭാഗത്തായിരുന്നു ബാലിന്റെ പ്രതിഷ്ഠ. അതവിടുന്ന് നീക്കിയിട്ട് അവിടെ സംസം കുഴിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബിന് സ്വപ്നം കാണുക.